നമ്മുടെ പ്രധാനമന്ത്രിയും അതോടൊപ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമൊക്കെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ നിലനിൽക്കെ ഇപ്രകാരം ഓഹരി വിപണിയെക്കുറിച്ച് മാർക്കറ്റിനെക്കുറിച്ച് വാചാലരാവുകയും അതിൻ്റെ ബൂമിങ്ങിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ്, പ്രത്യേകിച്ചും ഇപ്രകാരം ഒരു വലിയ തെരഞ്ഞെടുപ്പ് പരാജയം BJPയെ സംബന്ധിച്ച് ഏറ്റുവാങ്ങുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറ രഹസ്യങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും ഒരു സമഗ്രമായി ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വരണം. പിന്നെ അഴിമതിയും അതോടൊപ്പം തട്ടിപ്പുകളും കുംഭകോണവും ഒക്കെ വ്യാപകമായി നടത്തുന്ന പാർട്ടിയാണ് BJP എന്നതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഉയർന്നു വരുന്ന ചർച്ചകളിൽ പ്രസക്തിയുണ്ടെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. രണ്ട്, മോഡി ഗ്യാരണ്ടി കോടിക്കണക്കിന് രൂപ കൊടുത്ത് നമ്മുടെ തെരുവുകൾ മുഴുവൻ ഗ്യാരണ്ടി കൊടുത്ത മോഡിക്ക് പുതുതായി ഒരു സർക്കാർ അധികാരമേറ്റാൽ അതിനൊരു ഗ്യാരണ്ടി ഇല്ല എന്നുള്ളതാണ് TDPയുടെ ചന്ദ്രബാബു നായിഡുവിൻ്റെയും അതോടൊപ്പം നിതീഷ് കുമാറിൻ്റെ JDUവിൻ്റെയും ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഒരു തെരഞ്ഞെടുപ്പിൽ BJP കുത്തനെ താഴേക്ക് വീണു എന്നത് മാത്രമല്ല അടിസ്ഥാനപരമായ പ്രശ്നം. മറിച്ച് ഈ ഗവൺമെൻറ്റിനെ നയിച്ച 13ഓളം കേന്ദ്രമന്ത്രിമാർ തോറ്റ് തുന്നം പാടുന്നു. ഏതാണ്ട് 1.5-2 ലക്ഷം വോട്ടിന് പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിമാർ തോൽക്കുന്നു. അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം തന്നെ പിന്നീട് വൻതോതിൽ താഴേക്ക് പോകുന്നു. രാജ്നാഥ് സിംഗിൻ്റെ ഭൂരിപക്ഷം താഴേക്ക് പോകുന്നു. ഇങ്ങനെ വളരെ ഗൗരവതരമായ ഒരു തിരിച്ചടിയാണ് BJP രാജ്യത്ത് നേരിട്ടത്. രണ്ട്, ഇപ്പോൾ ഇന്ത്യ കൂട്ടായ്മയെ സംബന്ധിച്ച് ഇവിടെ അബിൻ പറയുകയുണ്ടായി. ഇപ്പോൾ കോൺഗ്രസ് സാധാരണയിൽ നിന്ന് കഴിഞ്ഞ 10 വർഷവും അവർക്കുണ്ടാക്കിയ സീറ്റുകളിൽ നിന്ന് അവർക്ക് മുന്നോട്ട് വരാൻ സാധിച്ചു. അതോടൊപ്പം പ്രാദേശിക പാർട്ടികൾ, ഇപ്പോൾ സമാജ്വാദി പാർട്ടി ആവട്ടെ, DMK ആവട്ടെ, TMC ആകട്ടെ, വലിയ നിലയിൽ പിന്നെ ആക്രമിക്കപ്പെട്ട പിന്നെ മഹാരാഷ്ട്രയിലെ ശിവസേനയാകട്ടെ, പിന്നീട് അതോടൊപ്പം തന്നെ NCP ആകട്ടെ, അങ്ങനെ ഒട്ടേറെ പാർട്ടികൾ, ഘടകകക്ഷികൾ, അതോടൊപ്പം ഇടതുപക്ഷം, ഈ രാജ്യത്ത് ഉയർന്നു വന്ന കർഷകരുടെയും അതോടൊപ്പം വിദ്യാർത്ഥികളുടെയും ഒക്കെ സമരങ്ങളുടെ വലിയ ശക്തമായി ഒരു നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷം, ഇങ്ങനെ ഈ ഇന്ത്യ കൂട്ടായ്മയുടെ ഒരു വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതോടൊപ്പം ഒരു കാര്യം അഭിലാഷം മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ പിന്നെ ധ്യാനിക്കുന്ന മോഡിയെക്കുറിച്ച് പറയുമ്പോൾ മോഡി എത്ര ധ്യാനിച്ചാലും ഒരു കേവല ഭൂരിപക്ഷമില്ലാത്ത, അതായത് ഒരു സ്ഥിരതയില്ലാത്ത ഒരു കാലത്തെ മോഡി യഥാർത്ഥത്തിൽ തൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടോ? 17 വർഷം അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹത്തിന് അവിടെ പിന്നീട് വലിയ ഭൂരിപക്ഷം ആ ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. 10 വർഷം രാജ്യത്ത് BJP അധികാരത്തിലുണ്ടായിരുന്നപ്പോഴും അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. BJP നേരിട്ട യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സറിയാതെ പോയത് ആരാണ്? അതല്ലെങ്കിൽ ജനങ്ങളെ വെല്ലുവിളിക്കുകയും ജനവിരുദ്ധ നയങ്ങൾ അടിച്ചേൽപ്പിക്കുകയും രൂക്ഷമായ വർഗീയത പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്തായി ശങ്കുട്ടി ദാസ്? അയോധ്യയിൽ എന്താണ് സംഭവിച്ചത്? ഈ പ്രാണപ്രതിഷ്ഠ കഴിയുന്നതോടുകൂടി 400 സീറ്റുകളോടുകൂടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ BJPക്ക് അയോധ്യ കൈവിട്ടു പോകുന്നു. അതോടൊപ്പം ശ്രീരാമ വിരുദ്ധരാണ് പിന്നെ ഇന്ത്യ കൂട്ടായ്മയെന്നും പാകിസ്ഥാൻ വാദികളാണ് ഇന്ത്യ കൂട്ടായ്മയെന്നും അതോടൊപ്പം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് രൂക്ഷമായിട്ടുള്ള വർഗീയ പ്രചരണമൊക്കെ അഴിച്ചുവിട്ടിട്ടും അടിസ്ഥാന പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ, അടിസ്ഥാന പ്രശ്നങ്ങളായിട്ടുള്ള കർഷകരുടെ ദുരിതങ്ങൾ, ആദിവാസികളുടെയും ദളിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും പ്രശ്നങ്ങൾ, ഇതാണ് ഇന്ത്യ കൂട്ടായ്മ മുന്നോട്ട് വെച്ചത്. ഈ BJP മുന്നോട്ട് വെച്ച വർഗീയ പിന്നെ ശ്രമങ്ങളിൽ ഇന്ത്യ കൂട്ടായ്മ വീണില്ല. ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താണ്? കർഷകരുടെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ UPയിലടക്കം ഇത്ര വലിയ പരാജയം നിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഞാൻ അഭിലാഷെ ഉറപ്പിച്ചു പറയുന്നു, ഇന്ത്യ കൂട്ടായ്മയുടെ നേതാക്കന്മാർ വിശദീകരിച്ചതുപോലെ തക്കതായ സമയത്ത് കൃത്യമായ നിലപാട് സ്വീകരിക്കും. അന്തസ്സുള്ള പ്രതിപക്ഷമായിട്ട് ഇപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ശരി.